ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാസ് ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം. അവൻ ഇത് പറഞ്ഞ ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവ് മലയ്ക്കരികെയുള്ള ബെഥഫഗ, ബഥാനിയ എന്ന സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതു കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് താങ്കളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ താങ്കളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചെരുവിനു സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് താങ്കൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തിയെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരുവേ, നിന്റെ ശിഷ്യന്മാരെ ശ്വാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ ഈശ്വരമിശിഹായ്ക്ക് സ്തുതി. ഞായറാഴ്ചയുടെ മംഗളങ്ങൾ നേരുന്നു. യേശു പറഞ്ഞതനുസരിച്ച് അവർ പോയി കഴുതക്കുട്ടിയെ കണ്ട് കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവന്ന് വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ ദേഹത്ത് ഇട്ട് യേശുവിനെ രാജകീയമായി എഴുന്നള്ളിച്ചു. ഒലിവ് മലകളുടെ അടുത്തുകൂടിയായിരുന്നു യേശു പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് ലോകമെമ്പാടും ഓശാന ഞായർ ആഘോഷിക്കുന്ന ഈ സന്തോഷ നിമിഷങ്ങളിൽ വർഷങ്ങൾക്കപ്പുറം യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളിയ ആ അനുഭവം, ആ ഓർമ്മ ഇന്ന് നമ്മളിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഒലിവ് മലയുടെ സമീപത്ത് എത്തിയപ്പോൾ ശിഷ്യഗണം ആർത്തു വിളിച്ചുവെന്ന് വിശുദ്ധ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതത്തെ പറ്റിയും ഉച്ചസ്വരത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞു: കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്നിവർ ആർത്തു വിളിച്ചു. നമ്മുടെ യേശുവിൻ്റെ ജനം ആർത്തു വിളിച്ചപ്പോൾ ഫരിസേയർ അവരോട് പറഞ്ഞു, ഗുരുവേ, അവരോട് ശബ്ദമുണ്ടാക്കാതിരിക്കുവാൻ. പക്ഷേ യേശു പറഞ്ഞു, അവർ ശബ്ദമുണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെയുള്ള കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്, കല്ലുകൾ പോലും ആർത്തു വിളിക്കുമെന്ന് ഈശോ അവരോട് മറുപടി നൽകി. അത്യുന്നതൻ്റെ പുത്രൻ എഴുന്നള്ളുന്നു, രാജാവ് എഴുന്നള്ളുന്നു. യേശുവിൻ കുതിരപ്പുറത്ത് എഴുന്നള്ളിയപ്പോൾ രാജാതിരാജൻ എഴുന്നള്ളുന്നു. ദൈവികമായ ആർപ്പുവിളികൾ ഇന്ന് ഓശാന ഞായറാഴ്ച ആഘോഷിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇതുപോലുള്ള ആർപ്പുവിളികളും ജയവിളികളും ഉണ്ടാകട്ടെ. ഈശ്വരമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.